നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ഞാൻ ഗോശാലയിലാണ് ഇരിക്കുന്നു. ഇന്നലെ ഞാൻ ഇവിടെയാണ് ഉണ്ടായിരുന്നത്. സോ സാറ്റർഡേ സൺഡേ ഈവൻറ്റിനെ ഇവിടെ വെച്ച് എടുക്കാമെന്നു വിഷ്ണു ഇവിടെ എൻ്റെ പുറകിൽ വന്നിരിക്കുന്നു. സോ ഈ വീക്കെൻഡിന് നിങ്ങൾ ഗോശാല വീക്കെൻഡ് എന്ന് വച്ചിരിക്കാം. ഓക്കെ സർ, ഒരുപാട് ചോദ്യങ്ങൾ ഇരിക്കുന്നു. അതിൽ എനിക്കും കുറേ സംശയങ്ങളുണ്ട്. തിരികെ കേൾക്കുന്നു എന്ന് പറഞ്ഞ് സാർ ടെൻഷൻ ആവരുത്. ചില സ്റ്റോക്ക് റിപ്പീറ്റ് ആകുന്നു സാർ. അതിൽ ആദ്യം ഞാൻ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നത് ടാറ്റ സിയാറ വന്നിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നു സാർ. ഞാനുള്ള വീഡിയോയിൽ വിഷ്ണു എനിക്ക് മാർക്കറ്റിംഗ് ചെയ്തു അങ്ങനെ ഇങ്ങനത്തെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി സ്പീക്കിംഗ് ടാറ്റ സിയാറോയിൽ ഷെയറൊക്കെയാണ് ഇരിക്കുന്നു സാർ. അതിനൊരു എക്സാമ്പിൾ ഞങ്ങൾ എടുത്തെങ്കിൽ മറ്റ് ഇലക്ട്രിക് കാർസിലും ഇവരെ പങ്ക് ഇരിക്കുന്നു എന്നതിന് അറിയാൻ പറ്റും. അതാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് സാർ. ആദ്യം ടാറ്റ സിയാറോ ടാറ്റ മോട്ടോർ പാസഞ്ചർ വെഹിക്കിളിന്റെ പ്രോഡക്റ്റ് യെസ് സാർ. അപ്പോൾ ടാറ്റ മോട്ടോർ ഫൈൻ എന്ന് പറഞ്ഞു. പക്ഷേ ടാറ്റ മോട്ടോർ പാസഞ്ചർ വെഹിക്കിളിനെക്കാട്ടിലും ടാറ്റ മോട്ടോർ കമേഴ്ഷ്യൽ വെഹിക്കിൾ 3 ദിവസത്തിൽ 13% പ്രോഫിറ്റ് കൂടുതലാണ്. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒന്നാണ്. ഇതിൽ ഒന്ന് വാങ്ങിയാൽ അതിൻ്റെ ഒരു കണ്ണ്, ഇത് ഒന്ന് വാങ്ങിയാൽ ഇത് ഒന്ന്. 5 വർഷം കഴിഞ്ഞ് നോക്കണം. അതുവരെയ്ക്കും ഇതും സംസാരിക്കേണ്ട. അതെ, അതിന് ശേഷം ടാറ്റ സിയാറയ്ക്ക് ലൈറ്റിംഗ് സിസ്റ്റം ചെയ്തു കൊടുക്കുന്നത് ഉനോ മിൻഡ എന്ന് പറയുന്ന ഒരു കമ്പനി. മിണ്ട എന്നൊരു കമ്പനി ഇരിക്കുന്നു. ഇറ്റ്സ് എ ഹൈലി പ്രോഫിറ്റബിൾ കമ്പനിയാണ്. പ്രോഡക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഈ ലൈറ്റിംഗ് കമ്പനി അത് എത്രയ്ക്കാണ് വിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവൻ പറയുന്നതാണ് അവൻ്റെ ഇൻകം. നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ടാറ്റ സിയാറ വിൽക്കുന്ന ഇല്ല. ലൈറ്റിംഗ് അങ്ങനെ എടുക്കുമ്പോൾ ടാറ്റ സിയാറയ്ക്ക് മാത്രം തന്നെ അവർ ലൈറ്റിംഗ് കൊടുക്കുന്നു. ടാറ്റ മോട്ടോർ പാസഞ്ചർ വെഹിക്കിൾ എടുക്കുവാണെങ്കിൽ ടാറ്റ സിയാറ മാത്രമാണ് എൻ്റെ ടാർഗറ്റ്. ഒരാൾ മൂവ്മെന്റ് നോക്കിയാൽ ഇതുപോലെ ഒരു 10 കാറിന് കൊടുക്കുമല്ലേ. 10 കാറിൽ നമ്മൾ ടാറ്റ വച്ചിട്ടുണ്ട്, സുബറു വച്ചിരിക്കുന്നു, ഹോണ്ട വച്ചിരിക്കുന്നു. എല്ലാം ഇന്ത്യക്ക് വെളിയിൽ വെച്ചിരിക്കുന്നു സർ. ഞങ്ങളെ ബഡ്ജറ്റിന് പറയൂ. ഇതിന്റെ ബഡ്ജറ്റിന് മാരുതി വളരെ കോസ്റ്റ്ലി ബസ്. മാർക്കറ്റ് ഷെയർ സ്ട്രിങ് ആയിക്കൊണ്ടിരിക്കുന്നു. അത്രയും വാല്യുവേഷൻ ഞാൻ എന്തിനാണ് കൊടുക്കേണ്ടത്? പോയിന്റ് മഹീന്ദ്രയിൽ വന്നിട്ട് കടം കൂടുതലാണ് ഇരിക്കുന്നു. അതേ കമ്പനിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വേറെ എന്താണ് നോക്കാൻ പറ്റും? അതന്നെ ടാറ്റ സിയാറയെ ഞാൻ പാട്ട് പിരിക്കാമെന്നാണ് ചോദിക്കുന്നത് സർ. വേണ്ട, എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് ടച്ച്. ഇത് ജനങ്ങളുടെ ചോദ്യമാണ്, ഞാൻ വാങ്ങുന്നതില്ല. സർക്കിൾ ഓഫ് കോമ്പറ്റൻസ് വന്നിട്ട് കൺസ്യൂമറെ ജഡ്ജ് ചെയ്തതിന് ഞാൻ നോക്കും. ആ കാറിനെ കൺസിഡർ ചെയ്ത് വാങ്ങണമെങ്കിൽ എന്നെ കൊണ്ട് തീരാൻ പറ്റത്തില്ല. എനിക്കറിഞ്ഞ പ്രോഡക്റ്റ് എൻ്റെ പേസേ വന്നിട്ട് പീറ്റർ ലെൻസ് പറയണത് പോലെ കൺസ്യൂമർ ആ പ്രോഡക്റ്റിനെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നു, അതാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെൻറ്റ്. ഒന്നുമില്ല, ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ടാറ്റ സിയാറ ഓണറിനെ ഊണമിൻ്റെ ആരെന്ന് ചോദിച്ചാൽ അറിയില്ല. അതുപോലെ കമ്പനിക്ക് എൻ്റെ സർക്കിൾ ഓഫ് കോമ്പറ്റൻസിലില്ല. ആൾക്കാരിക്കും വെറും ഓട്ടോ മാത്രം നോക്കുന്നവർ. അവരുടെ അടുത്ത് നിങ്ങൾ പറയുവാണെങ്കിൽ അവർ ഗില്ലി പോലെ പറയും. നമുക്ക് അറിയാതെ പ്രോഡക്റ്റ് വരെയാണ്, എനിക്കതിനെ കുറിച്ച് അറിയില്ല. സാറിന് അറിയാനുള്ള ഒരു കമ്പനിയെ കുറിച്ച് ചോദിക്കുന്നു സർ. ടാറ്റ എലിക്സി അവർ ഇതിൽ കാർ സോഫ്റ്റ്വെയർ ചെയ്തിരിക്കുന്നു. വളരെ കോസ്റ്റ്ലി അല്ലേ? ഞാൻ നോക്കുന്ന സമയം 10,000 രൂപ ആയിരുന്നു. അപ്പോൾ അതിന്റെ പാതിക്ക് പാതി ഇരിക്കുന്നു. TCS ലെവലിൽ P/E ഇരുന്ന യു കാൻ കൺസിഡർ. അവിടുത്തെ ടാറ്റ സ്റ്റീൽ ഈ കാറിന്റെ സ്റ്റീൽ അവർ തന്നെ ചെയ്യുന്നു സർ. ടാറ്റ സ്റ്റീലും വളരെ കോസ്റ്റ്ലി. 40 ടൈം ഏർണിംഗ് എന്തിനാണ് ഒരു സ്റ്റീൽ കമ്പനിക്ക് കൊടുക്കണം? 25 രൂപയ്ക്ക് ഇരുന്നപ്പോൾ ആരും വാങ്ങിയില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ 168 രൂപയ്ക്ക് വാങ്ങണു എന്ന് പറയുന്നത് എന്താണ് ലോജിക്ക്? വെരി കോസ്റ്റ്ലി, പക്ഷെ നല്ല കമ്പനിയാണ്. അടുത്ത് വന്നിട്ട് മദേഴ്സ് ആൻഡ് സുമി അവർ വന്നിട്ട് വയറിംഗ് ഹാർവെസ്റ്റ് ചെയ്യുന്നു. ആക്ച്വലി മദേഴ്സ് ആൻഡ് സുമി ഞാൻ കൺസിഡർ ചെയ്തു സർ. യൂണമുണ്ടായി ഞാൻ കണ്ടായിരുന്നു സർ. ആക്ച്വലി സ്പീക്കിംഗ് ആ ഷെയറിന് ഞാൻ 100 രൂപയ്ക്ക് കണ്ടിട്ടുണ്ട് സർ. 1300 രൂപ റേഞ്ചിലിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഈ മാധവർ സെമി ഞാനേ കാർ ചെയ്യുന്നു എന്ന് പറയുന്നു. മദേഴ്സ് സുമിയ സർ. അതെ, അവർ തന്നെ പറഞ്ഞിരിക്കുന്നു അവരെ കാർ ചെയ്യുന്നു എന്ന്. കാർ ചെയ്ത ഇവരടുത്ത് ആരെങ്കിലും വാങ്ങുമോ? വയറിംഗ് ഓക്കെ, ഒരു വയറിംഗ് കമ്പനി ആയതുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യാന്നൊരു ചാൻസ് ഇരിക്കുന്നു. മദേഴ്സ് സുമിയ സർ കാർ കമ്പനി എന്ന് നോക്കിയാൽ ടാറ്റ തന്നെയല്ലോ. എന്ത് ചോദിക്കുന്നു വെച്ചാൽ മാധർസൻ സുമി ഇവരെ കോമ്പറ്റീറ്റർ ആയെങ്കിൽ ഇവൻ കാർ വേറെ അവരുടെ നിന്ന് വാങ്ങുമോ? അതെ, വാങ്ങത്തില്ല. അപ്പൊ അവിടെ ബിസിനസ് പോകും. ഓക്കെ സാർ. അടുത്തത് വന്നിട്ട് പ്രിക്കാൽ. അവരാണ് സെൻസർ ഒക്കെ ചെയ്യുന്നത്. എമ്പത്തൂർ കമ്പനി, വാല്യൂ കൂടുതലാണ്. ഓണർ നല്ല ഓണറാണ്. വനിതാ മോഹൻ. അതെ, നല്ല കമ്പനി. ഈസി ആയിട്ട് നമ്മൾ ടച്ച് ചെയ്യാം. ബട്ട് വാല്യുവേഷൻ നോക്കണം. പക്ഷെ എനിക്ക് വാല്യുവേഷൻ അറിയത്തില്ല. മെക്കട്രോണിക്സുകളൊക്കെ എന്തൊക്കെയാ പുതിയതാ ചെയ്യുന്നത് എനിക്ക് അറിയില്ല. പ്രൊമോട്ടർ അറിയാം, എമ്പത്തൂറാണ്. ഹൈ ക്വാളിറ്റി പ്രൊമോട്ടറാണ്.
വാല്യുവേഷൻ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കണം. ഓക്കെ സർ. അടുത്തത് ബോഷ് എൻജിൻ മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ അവരാണ് നോക്കുന്നത് സർ. ജർമ്മനിയിൽ വാങ്ങാം. ഇവിടെ എന്താണ് തൊടണം? നിങ്ങൾ ജർമ്മനിയിൽ വാങ്ങും സർ. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വാല്യുവേഷൻ വളരെ കൂടുതലായിട്ടിരിക്കും. ഓബ്വിയസ്ലി. അതെന്ന് ഞാനും പറഞ്ഞത്. ഓക്കെ സർ. അടുത്തത് കംപ്ലീറ്റ് ആ ഒരു ചോദ്യം ചോദിക്കാം സർ. പറഞ്ഞായിരുന്നു ഞാൻ എൻ്റെ കാറിന് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ടാറ്റ സിയാറ വാങ്ങാമെന്ന് ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നു എന്ന്. അതേ സത്യം തന്നെ സർ. ആ തോട്ട് എനിക്ക് ഹിറ്റായി. ഇപ്പം ഞാൻ സാറിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് ഞാൻ കാറിനെ കൊണ്ട് വിറ്റ് തിരികെ അതിലൊരു 5 ലക്ഷം രൂപ ഇട്ട് വേറെ കാർ വാങ്ങുന്നെങ്കിൽ എന്നെ ഇവിടെ ഒരു മുട്ടാൽ വേറെ ആരും ഇല്ല. അപ്പോൾ ഈ ടാറ്റ സിയാറ കാർ ആയിട്ട് വാങ്ങി ഷെയർ വാല്യൂ ആഡ് ചെയ്യാനാ ടാറ്റ സിയാറ വാങ്ങുക ആ കാശിനെടുത്ത് ആ ടാറ്റ മോട്ടറിൽ അങ്ങനെ കയ്യിലിരിക്കുന്ന ഇടാനാ. 5 ലക്ഷത്തിന് ടാറ്റ മോട്ടോഴ്സിൽ ഇടുന്നതാണ് ബുദ്ധിശാലിതനം. ഇതിനെക്കാട്ടിലും ഒരു നല്ല ഐഡിയ എന്താണെന്ന് വെച്ചാൽ 5 ലക്ഷത്തിന് ബോണ്ടിലിട്ട് പിന്നെ ഇൻട്രസ്റ്റിനെടുത്ത് ടാറ്റ മോട്ടോഴ്സിൽ ഇടുന്നതാണ്. നോക്കുമ്പോൾ ആ 5 സേഫ് ആയിരിക്കും, ഇതിലും വാല്യൂ കയറും. ഓക്കെ സർ ഫൈൻ. ഇത് വന്ന് സാർ പറയുന്ന ഐഡിയ സർ. എയർടെൽ അത് വളരെ കോസ്റ്റ്ലി. സർ അവരെ ഷെയർ അവർ തന്നെ ഇപ്പൊ വിറ്റുകൊണ്ടിരിക്കുന്നു. ഫ്ലാഗ് എന്ന് മനസ്സിലാക്കാമോ റെഡ് സർ? ഫ്ലാഗ് എന്ന എന്ത് വില കൂടുതലിരിക്കുന്നു, കാശ് തരാമെന്ന് പറയുന്നു, വാങ്ങി കുറച്ച് പോക്കറ്റിലിടാമെന്ന് വിചാരിക്കുന്നു, വാങ്ങിയിടുന്നു. അത് IPO ഇടാൻ പറ്റൂല. അതുകൊണ്ട് പോക്കറ്റ് വാങ്ങിയിടുന്നതാണ്. പിന്നെ തനിയായിട്ട് ആഫ്രിക്കയ്ക്ക് മാത്രം IPO ഇവിടെ ഇടും. അതിനെയും നമ്മളെ ജനങ്ങൾ വാങ്ങും. കുറച്ച് കാശിന് വാങ്ങി അവർ പോക്കറ്റിലിടും. നല്ല ഒരു പ്രൊമോട്ടർ വിൽക്കുന്നു എന്ന് വെച്ചാൽ വാല്യൂ വളരെ കോസ്റ്റ്ലി, ടേബിളിൽ നിന്ന് കുറച്ച് കാശ് എടുക്കുന്നു എന്നാണ് അർത്ഥം. വില ഇറങ്ങിയതിൻ്റെ ശേഷം അവൻ തന്നെ തിരികെ ഇപ്പൊ വാങ്ങും. ഇൻഫോസിസ് ചെയ്യുന്നത് പോലെ. അതേ തന്നെ. സാർ അടുത്ത ശേഷം മീഷോം നമ്പർ 3 5 വരയ്ക്കും. നന്ദി നമസ്കാരം. ഓക്കെ സർ. ICC പൊട്ടൻഷ്യലിന്റെ AMCയും വരുന്നു സർ. എനിക്ക് വേൾഡ് കപ്പ് തന്നതിന് വളരെ താങ്ക്സ്. കപിൽ ദേവിൻ്റെ ഒപ്പം നിന്ന് ചിരിച്ചാൽ അതിന് താങ്ക്സ്. നിങ്ങൾ ഇന്ത്യയിൽ പാർട്ട്ണർഷിപ്പ് ചെയ്ത് ഒരുപാട് സമ്പാദിച്ചു. ഇപ്പോൾ ഞങ്ങളെ തലയിൽ കെട്ടിയുണ്ട്, ഇട്ട കാശിനെ വെളിയിൽ എടുക്കണം എന്നാണ് നോക്കുന്നു. നമ്മളെ ഫ്രണ്ട്സ് ഒരുപാടുണ്ട് ഇതിൽ. ICICI പൊട്ടൻഷ്യലിനെ ഒരു ഷെയറായിട്ട് വാങ്ങും. വെയിറ്റ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ICICI കമ്പനി ഇൻഷുറൻസ് കമ്പനി എന്താ വിൽക്കുമ്പോൾ ആ AMC അവർ വാങ്ങിയിരുന്നു. ഇത് കാരണം ഇഷ്യൂ പോവും, പക്ഷെ വില കൂടുതലായിട്ടിരിക്കും. ഓപ്പൺ ഞാൻ പറയാം സർ. ഞങ്ങളൊക്കെ ലിസ്റ്റിംഗ് ഗെയിനിന് വേണ്ടിയാണ് അകത്ത് വരുന്നത്. അപ്പം നിങ്ങൾ വരണ്ട, അതൊന്നും എനിക്കറിയില്ല. അത് അന്നിരിക്കുന്ന മാർക്കറ്റിനനുസരിച്ച് ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കി ലിസ്റ്റിംഗ് ഗെയിന് മാത്രം തന്നെ അകത്ത് വരും സർ. അന്ന് 2-3 ദിവസങ്ങളിൽ പെട്ടെന്ന് വെളിയിൽ വരും തിരികെ. അതൊക്കെ വേസ്റ്റ് ആണ്. ഓക്കെ സർ. അപ്പോൾ ഇൻവെസ്റ്റർ ഡിസ്ക്രിപ്ഷൻ അവർ നോക്കാം. അതായത് സത്യത്തിൽ പറയാൻ വേണം ഈ കാര്യങ്ങൾ ഞങ്ങൾ നോക്കുമ്പോൾ നമ്മളിങ്ങനെ സൂതാട്ടം കളിക്കുന്നത് പോലെയാണ് അതേ ഇരിക്കുന്നത്. സൂതാട്ടം തന്നെ. ഓക്കെ സർ. സർ അടുത്തത് വന്നിട്ട് മഹേന്ദ്ര അത് 25% EV വെഹിക്കിൾസ് വന്നിട്ട് 25% EVയിൽ ഇരിക്കുമെന്ന് അവർ ഒന്ന് പറഞ്ഞിരിക്കുന്നു. 2030-ൽ ടാറ്റ 30% എങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റില്ല. ഇവർക്കും 2028-ൽ ചെയ്യാൻ പറ്റില്ല. either ഇവരെ വെഹിക്കിൾ സെയിൽസേ കുറയ്ക്കാം, ഓക്കെ ഓവറാൾ സെയിൽസ് പിന്നെ EV നമ്പറിനെ കയറ്റാം. JLRനെ വെച്ച് ടാറ്റ കൊണ്ട് 30% റീച്ച് ചെയ്യാൻ പറ്റുമോ എന്നത് എനിക്ക് സംശയമാണ്. മഹേന്ദ്ര ഭയങ്കര അഗ്രസീവ് ആയിരിക്കുന്നു സർ ഇലക്ട്രിക് വെഹിക്കിൾസിൽ. ചാർജിങ് പോർട്ട് ഇടാൻ ടാറ്റയും തന്നെ ഇറക്കിയായിരുന്നു. കുറച്ച് ദിവസം ചീപ്പാ തന്നെ കൊടുത്തു. 10,000 ക്രോസ് ചെയ്യുന്നില്ലേ ബോസ്? ഒരു അട്രാക്റ്റീവ് കോഷൻ മിസ്സിംഗ് ആണതുപോലെ ഇരിക്കുന്നു സർ. എന്താണ് അവിടെ മിസ്സിങ്? വണ്ടി നോക്കിയാലേ എന്തോ മിസ്സിംഗ് അതുകൊണ്ടൊന്നും വാങ്ങത്തില്ല. എല്ലാവർക്കും എന്ത് പേടിയെന്ന് വെച്ചാൽ ഡെയിലി ഇവിടെ മെഡ്രാസിലിരുന്ന് ബാംഗ്ലൂരിന് വണ്ടി ഓട്ടുന്നത് പോലെ വിചാരിക്കും. ചോദിച്ചാൽ ചാർജിങ് ആൻസൈറ്റി എന്ന് പറയും. കാവാശി ആൾക്കാർ ബാംഗ്ലൂരിനെ വിട്ടിട്ട് വണ്ടി എടുക്കൂല. മെഡ്രാസിലെ ചുറ്റാൻ EV വണ്ടി മതി. ഓവറോൾ 300 കിലോമീറ്റർ തന്നെ രാവിലെ ചാർജ് ഇട്ടുകൊണ്ട് 2 ഹോൾ ഡേ ഓട്ടാം. ഇടയ്ക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും ചാർജ് ചെയ്താം. ഡെയിലി ബാംഗ്ലൂരിന് പോകുന്നോ ഇല്ലെങ്കിൽ ഡെയിലി തിരിച്ചിക്കാണ് പോകുന്നത്. അവിടെയും പോകുന്നില്ല സർ. പിന്നെ എന്തിനാ അടുത്തത് വന്നിട്ട് ലക്ഷറി ഹോംസ് ആണ് ഇപ്പോൾ ഒരുപാട് സെയിൽ ആകുന്നു. ഒരു ഇൻവെസ്റ്റ്മെന്റ് എല്ലാവരും നോക്കുന്നു. അത് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമല്ല, അപ്രീസിയേഷനും അത് തന്നെ കൂടുതലായിരിക്കുന്നു. ഒന്നുമില്ല ബോസ്. സിമ്പിളായിട്ട് അവൻ്റെ അടുത്ത് കാശ് ഒരുപാട് ഇരിക്കുന്നു, പണക്കാരുടെ അടുത്ത് കാശ് ഒരുപാട് ഇരിക്കുന്നു. കേശ് റിക്കവറിയിൽ കാശ് ആരടുത്ത് ഒരുപാട് ഇരിക്കുന്നു. അവർക്ക് എന്താണ് ചെയ്യണമെന്ന് അറിയുന്നില്ല. ടാക്സിനെ കുറച്ചിരിക്കുന്നു, അവൻ്റെ അടുത്ത് ഒരുപാട് കാശ് കൊടുത്തിരിക്കുന്നു. വെച്ച് എന്ത് ചെയ്യണമെന്ന് അവൻ അറിയുന്നില്ല. അതിനാൽ അത് കാരണം ലക്ഷറി ഹോമിലൊക്കെ അവരിടുന്നു. നീ ഇപ്പോൾ ആ വീട് വാങ്ങിയെങ്കിൽ ആ വീട് നീ വിൽക്കണമെങ്കിൽ നീ അതിലിരുന്ന് ഡബിൾ എമൗണ്ട് തന്നെ നീ എത് നോക്കും. റേറ്റിൽ ആരങ്ങനെ വീട് വാങ്ങും? മെഡ്രാസിൽ എല്ലാ വീടും അങ്ങനെ തന്നെയല്ല സാർ ഇരിക്കുന്നു. 3.5 കോടി 5 കോടി അങ്ങനെ ഒന്നും വിൽക്കാൻ പറ്റൂല. ഇത് വന്നിട്ട് TCS സാപ്പ് പാർട്ട്ണർഷിപ്പ്. ഒരു കാലത്തിൽ സാപ്പ് പഠിച്ചാൽ നിനക്ക് കൺഫേം ജോലി. ഇപ്പോൾ അങ്ങനെ തന്നെ, അത് പഠിച്ച ഉടനെ ജോലി കിട്ടും. സാപ്പ് വന്നിട്ട് ഒരു വലിയ ERP, പക്ഷെ അവൻ മോഡേണൈസ് ചെയ്തില്ല. അപ്പോൾ മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരോട് അഗ്രിമെന്റ് ചെയ്തിരിക്കുന്നത് TCSലൊപ്പം.
പാസ്പോർട്ട് ഓഫീസിൽ പോയായിരുന്നു സർ. അവിടെയും ടി.സി.എസിന്റെ ആൾക്കാർ തന്നെ ഇരിക്കുന്നു. ഇവിടെ നോക്കിയാലും വലിയ വലിയ ഓർഗനൈസേഷനിൽ ടി.സി.എസിന്റെ ആൾക്കാരാണ് ഇരിക്കുന്നത്. എങ്കിൽ ഇൻഫോസിസിന്റെ ആൾക്കാരാണ് ഇരിക്കുന്നത്. ഇത്രയും പറയുന്നു ഈ ഫാളിൽ യാതൊക്കെ TCS ആൻഡ് ഇൻഫോസിസ് കൺസിഡർ ചെയ്തോ അവർക്കൊക്കെ നല്ല കാശാണ്. റേറ്റിൽ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു 5 വർഷം ചുമ്മാ ഇരിക്കുവാണെങ്കിൽ TCS ആൻഡ് ഇൻഫോസിസിൽ നിങ്ങൾക്ക് നല്ല കാശ് നോക്കാം. എന്റെ കാര്യമേ ചുമ്മാ ഇരിക്കുന്നതാണ്. പക്ഷെ അതന്നെ ഇപ്പൊ പ്രശ്നമായിട്ടിരിക്കുന്നു. അടുത്തത് വന്നിട്ട് നിഫ്റ്റിയിലിരിക്കുന്ന സ്റ്റോക്ക് തന്നെ അൾട്ടിമേറ്റ് ലോയിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഇന്നും നിഫ്റ്റി 50 ഇൻഡെക്സിനെ വിശ്വസിച്ചിരിക്കുന്നത് ശരിയായിരിക്കുമോ? എനിക്ക് വേറെ ഓപ്ഷനേ ഇല്ല ബോസ്. നിഫ്റ്റി 50 വിൽ മിമിക് ദി ഇന്ത്യൻ ഗ്രോത്ത്. ഇന്ത്യയിൽ ഗ്രോത്ത് ഇല്ല എന്നാണ് ഞാൻ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആൾക്കാരെ കാശിന് ഇട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫ്യൂച്ചർ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ അഡ്വൈസിന് ആക്ച്വലിന് വ്യത്യാസം അറിയാതെയാണ് ഇരിക്കുന്നത്. മൈലാപ്പൂരിനെ നങ്കനല്ലൂരിനെ വിശ്വസിച്ചിരിക്കുന്നു. 1 വർഷമായിട്ട് ഗ്രോത്ത് ഇല്ല. 15 മാസമായിട്ട് നിഫ്റ്റി എവിടെയും പോയില്ല, അവിടെ തന്നെ നിൽക്കുന്നു. ഇന്നൊരു 10% കാലി. ഒരുപാട് ആൾക്കാർ കരയുന്നു, പോർട്ട്ഫോളിയോ കയറുന്നില്ല, നിഫ്റ്റി കയറി എന്ന് പറഞ്ഞ്. മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടവരൊക്കെ വെള്ളത്തുണ്ടിനൊന്ന് ഇട്ടുകൊണ്ട് ഇരിക്കണം. ചാനൻ സാറ് തന്നെ നിഫ്റ്റി 50 ഇൻഡെക്സ് കൺസിഡർ ചെയ്യാൻ പറയുന്നല്ലേ? അതെ, അത് നിഫ്റ്റി 50 പാസീവായിട്ട് ഒരു കാശിന് 25 വർഷത്തിന് അതിൽ ഇടണമെന്ന് അത് ആവശ്യമാണ്. ജപ്പാൻ പോലെയാണത്. നീ വന്ന് രണ്ടും ചെയ്യണം. ഓൾ സ്റ്റോക്കിന് നിഫ്റ്റി 50 ഇട്ടുണ്ട്. സ്റ്റോക്കിന് നീ മനസ്സിലാക്കി എടുക്കണം. നമ്മൾ തന്നെയുള്ള ബാസ്ക്കറ്റാണ് കൊടുക്കുന്നല്ലേ, ആ ബാസ്ക്കറ്റ് വാങ്ങിയാൽ തന്നെ മതി. മറ്റേ ആരും ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു. നമ്മളെ പിള്ളേർ ചെയ്യുന്നു, ബാസ്ക്കറ്റ് കൊടുക്കുന്നു. റിസർച്ച് ബാസ്ക്കറ്റിൽ വരുന്നതല്ലേ? അതെ, ആ റിസർച്ച് ബാസ്ക്കറ്റിൽ വരുന്നത്. ഓക്കെ സർ. അടുത്തത് വന്നിട്ട് നിഫ്റ്റി 50 ഇരിക്കുന്ന ഒരു 10 സ്റ്റോക്സ് റെക്കോർഡ് ഹൈയിലിരുന്ന് 94% വിളിഞ്ഞിരിക്കുന്നു. അതായത് റെക്കോർഡ് ഹൈയിലിരുന്ന് ഏതൊക്കെ സ്റ്റോക്ക് ഞാൻ പറഞ്ഞ സന്തോഷമായിട്ട് കേൾക്കാം. റെക്കോർഡ് ഹൈയിലിരുന്ന് 94%. പറ, നിഫ്റ്റിയിൽ നിന്ന് നമുക്ക് മാറ്റാം, പുതിയ സ്റ്റോക്കിന് നിഫ്റ്റിയിലിടാം. അതെന്ത് സാർ? പിന്നെ സ്വിഗ്ഗി സൊമാറ്റോ പോലെ ഒന്ന് നിങ്ങൾ സാറെ കത്ത് കൊണ്ടുവയ്ക്കും. പക്ഷെ നിങ്ങൾ അതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടെന്ന് പറയും. ഞങ്ങൾ നിഫ്റ്റി 50 ഇൻഡെക്സിലിട്ട് സ്വിഗ്ഗി സൊമാറ്റോയിൽ പോയി ഇരിക്കുന്നത് പോലെ ഈ ഇരിക്കും. ലാസ്റ്റിൽ പോയി സൊമാറ്റോ ഇറങ്ങും, വിഷമിക്കേണ്ട. എക്സാമ്പിളിന് പറയുന്നു, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നതിനും ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ഒന്നിനും ഒരു ബന്ധവും ഇരിക്കില്ല. ഓക്കെ സാർ. നിഫ്റ്റിയിലിരുന്ന് 10 സ്റ്റോക്ക് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. 4% അതിന്റെ പീക്കിലിരുന്ന് വിളിഞ്ഞിരിക്കുന്നു. സാറിന് ഇഷ്ടപ്പെട്ട സ്റ്റോക്കും ഇഷ്ടപ്പെടാത്ത സ്റ്റോക്കും അതിലിരിക്കുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് നാളെ നോക്കാം സാർ.